എന്നുടെ പണി പിടിച്ചിടുവാൻ മുഹൂർത്തവും വന്നടുത്തിതു നന്ദനന്ദനം കണ്ടില്ലല്ലോ. ഭാഗ്യഹീനന്മാർ നാരീ ജനത്തിൻ മുമ്പെനിക്ക് യോഗ്യമായി വന്നു പാർത്ത. ചേട്ടൻ വരുന്നുണ്ട്. ആ, ഇപ്പൊ ആരും ഒന്നും മിണ്ടണ്ട. അത്താഴം കൊണ്ട് കഴിയട്ടെ. നീ എന്ന് ചോറ് വിളമ്പി. യോഗ്യമായി വന്നു പാർത്താലെന്നു തോന്നിയിടുന്നിതു. ഇത് അമ്മയ്ക്കുള്ള എഴുത്താണല്ലോ. അച്യുതൻ നായർ സുഗുണൻ നായർക്ക് വേണ്ടി താങ്കളുടെ വസ്തുവിന്മേൽ അനുവദിച്ച വായ്പ തിരിച്ചടക്കുന്നതിലേക്ക് സമർപ്പിച്ചിരുന്ന കേസിൽ ബാങ്കിന് അനുകൂലമായ വിധി കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ്. 15 ദിവസത്തിനകം വായ്പ അടച്ചു തീർത്തില്ലെങ്കിൽ താങ്കളുടെ വസ്തുവിന്മേൽ ജപ്തി നടപടികൾ സ്വീകരിക്കുമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. അനുഭവം ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ നിന്റെ അച്ഛൻ നാട്ടുകാരെ സഹായിക്കാൻ എഴുതി വിറ്റു. ബാക്കി കുടിയെടുപ്പുകാർക്ക് വീതിച്ചു കൊടുത്തു. ഇനിയിപ്പോ സ്വന്തം എന്ന് പറയാൻ ആകെയുള്ളത് ഈ വീടും പറമ്പുവാ. നീയായിട്ട് അതും കൂടെ കളയോ മോനെ? ഇത് ജപ്തി ചെയ്തുകൊണ്ട് പോയാ അമ്മയും പ്രായമായ 2 പെൺപിള്ളേരും എങ്ങോട്ട് പോണോന്നും കൂടെ മോൻ പറയണം. പീതാംബരനോ? ബാങ്കിലേക്കത്തല്ലേ ഇരിക്കും കിട്ടി. 15 ദിവസത്തിനകം രൂപ അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യും. കോടതിയിൽ നിന്ന് വിധി പകർപ്പ് ബാങ്കിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അവർ കാത്തിരിക്കില്ല. എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് ജപ്തി നടപടി ആയി വരുമ്പം എങ്ങനെയും 3-4 മാസം എടുക്കും. അതിനും പഠിച്ചാ പോരെ? എങ്ങനെ അടയ്ക്കും? ഈ വീടിന്റെ പണിയും പഠിക്കാം. ഈ പണി നഷ്ടത്തിലായാലോ? അങ്ങനെ വരത്തില്ല. ആദ്യത്തെ 1-2 പണിക്ക് പരിചയക്കുറവുകൊണ്ട് നഷ്ടം പറ്റിയെന്ന് വെച്ച് ഇത് ഒരിക്കലും അങ്ങനെ വരത്തില്ല. കിട്ടുന്ന കാശ് അങ്ങനെ തന്നെ ബാങ്കിൽ അടയ്ക്കാം. 6 മാസത്തിനുള്ളിൽ എടുത്തുതരാമെന്ന് അമ്മയോട് പറഞ്ഞ ആധാരം നിനക്ക് പണയം വെക്കാൻ തന്നത്. വർഷം 4 കഴിഞ്ഞു. കേസായി, വിധിയായി. ഇതിനിടയിൽ ഒരു ഇൻസ്റ്റാൾമെന്റെങ്കിലും നീ അടച്ചിട്ടുണ്ടോ സുഗുണ? പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞ് എന്തിനാ വായില് വെള്ളം പറ്റിക്കുന്നത് പീതാംബര? പൈസ അടയ്ക്കാത്തതിന്റെ കാര്യം നിനക്കൂടി അറിയാവുന്നതല്ലേ? നിന്നോടും നിന്റെ അമ്മയോടും ബാങ്കിനോടും ഒക്കെ എപ്പോഴും ഇങ്ങനെ അവധി പറയുന്നത് എനിക്ക് അത്ര സുഖമുള്ള കാര്യം വിചാരിച്ചോ? നീ മനഃപൂർവ്വം പൈസ അടക്കാത്തതാണ് നല്ല സുഗുണ ഞാൻ പറഞ്ഞത്. വീട്ടിലൊരു സ്വൈര്യമില്ല. അമ്മയോട് പറഞ്ഞു മടുത്തു. നിനക്കറിയാലോ, ആകെയുള്ളത് 50 സെന്റ് സ്ഥലവും വീടുമാണ്. അതിന് തന്നെ ഞങ്ങൾ 4 അവകാശികളാണ്. അതുകൂടി ജപ്തി ചെയ്തുകൊണ്ട് പോയാൽ അങ്ങനെ സംഭവിക്കില്ല പീതാംബര. നിന്റെ വീടും പറമ്പും ജപ്തി കൊണ്ടുപോയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കണോ? നിന്റെ ജോലി നടക്കട്ടെ. അമ്മ എന്തേ? അമ്മേ, എന്തിനാ ആളെ പറഞ്ഞയച്ചത്? ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് ഫ്യൂസ് ഊരാൻ ആള് വന്നിരുന്നു. കറണ്ട് ചാർജ് അടച്ചില്ലേ? അടയ്ക്കാൻ നീ ആരെങ്കിലും ഏൽപ്പിച്ചിരുന്നോ? ഏൽപ്പിച്ചതായിട്ട് ഓർക്കുന്നില്ല. നാട് നിരങ്ങാൻ പോയിട്ട് പാതിരയ്ക്ക് വന്ന് കയറി വല്ലതും തിന്നും വെച്ച് കിടന്ന് ഉറങ്ങിയാ മതി. വീട്ടിലെ കാര്യമൊന്നും അറിയണ്ടല്ലോ. സംസാരിച്ചെന്നാ ഫ്യൂസ് വരും. അതിങ്ങത്താ. മമ്മായോട് പാലിന്റെ കാശ് കിട്ടുമ്പോ കൊടുക്കാന്നും പറഞ്ഞ് കടം മേടിച്ചതാ. ഈ കാശ് എവിടുന്ന് കിട്ടി എന്ന് ഇലക്ട്രിസിറ്റി ബോർഡുകാർ ചോദിക്കില്ല. താറുതൽ പറയുന്നു ആദ്യ പ്രസംഗി. എന്താണ് സൂക്ഷിച്ചു ഓടിക്കൂടെ? എവിടെ നോക്കിയാണ് ഓടിക്കുന്നത്? ഞാൻ റോഡിൽ നോക്കി തന്നെ ഓടിച്ചത്. എന്നിട്ടാണ് ഓടിച്ചത്? ഇയാള് വട്ടം ചാടിയാന്ന്. വട്ടം ചാടി ഇടിക്കണോ? ഞാൻ സൈഡ് നോക്കിയാ സാറേ ഓടിച്ചത്. ബ്രേക്ക് ഔട്ടിലേക്ക് കാണായിരുന്നു. അയാളുടെ പണി തീർന്നേനെ. അത് ശരി. ഇടിച്ചിട്ട് ന്യായം പറയാ. ചവിട്ടാനാണല്ലോ ബ്രേക്ക് വെച്ചിരിക്കുന്നത്. അതൊന്നും ചവിട്ടിന്ന് വെച്ച് വലിയ ആളാവൊന്നും വേണ്ട. അയാളൊരു പാവ സൈക്കിളുകാരൻ. നിങ്ങളൊരു സ്കൂട്ടറുണ്ടോ? ആരാ സൂക്ഷിക്കേണ്ടത്? അതിനിപ്പോ ഞാനെന്ത് വേണം? അയാളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം. അതിനുള്ള പരിക്കുണ്ടോ? എന്നാൽ ഒന്നുകൂടെ ഇടിച്ച് ഇഷ്ടംപോലെ പരിക്കുണ്ടാക്കി ആശുപത്രി കൊണ്ടുപോ. എന്താ? എനിക്ക് ആശുപത്രി പോണ്ട. എനിക്ക് എന്റെ സൈക്കിൾ നന്നാക്കി തരണം. നിങ്ങളെ വന്നേ. ഇത് റിപ്പയർ ചെയ്ത് പഴയതുപോലെ ആക്കാൻ എന്ത് ചെലവ് വരും? ഒരു 200 രൂപയെങ്കിലും ആവും. അത്രക്ക് വരുമോ? ഹാൻഡിലിന് ചെറിയൊരു വളവല്ലേ ഉള്ളൂ. ഒരു 100 രൂപ ഒതുക്കി കൂടെ? ഞാനൊരു 100 രൂപ വാങ്ങിച്ചു തരാം. അതുകൊണ്ട് പ്രശ്നം തീർക്കണം. വെറുതെ ആളെ കൂട്ടണ്ട. 200 രൂപയാണ് അയാൾ ചോദിച്ചത്. ഞാൻ 100 രൂപ ഒതുക്കി. എന്നോട് ചോദിക്കാൻ നിങ്ങൾ എന്തിനാ ഒതുക്കിയത്? എന്റെ 30 രൂപയേ ഉള്ളൂ. 30 രൂപ ശരിക്കും നോക്കി നോക്ക്. അയാൾ സമ്മതിക്കോ? സമ്മതിച്ചാലും ഇല്ലെങ്കിൽ ശരി. എന്റെ ഇത്രയേ ഉള്ളൂ. 30 രൂപയും വെച്ചോണ്ടാ സ്കൂട്ടർ ഇടിക്കാൻ നടക്കുന്നത്. ഇനി ഇടിക്കുമ്പോ നമുക്ക് കൂടുതൽ മേടിക്കാം. ഇത് 30 രൂപ. എനിക്കൊന്നും വേണ്ട.
തന്നോട് ആരെങ്കിലും പറഞ്ഞു മധ്യസ്ഥ വഹിക്കാൻ? അയാൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവനായതുകൊണ്ട് നിങ്ങൾ ഒത്തുകളിച്ചല്ലേ? 100 രൂപ വന്നിട്ട് പോയാൽ മതി. അല്ല നിങ്ങളെ ഞാൻ ഇവിടുന്ന് വിടുകയല്ല. എന്റെ 50 രൂപയുണ്ട്, കറണ്ട് ചാർജ് അടക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഇത് തന്നാൽ അപ്പൊ 80 അല്ലേ ആയുള്ളൂ? ബാക്കി 20? അല്ല, അതിപ്പോ എവിടെ എത്തിക്കണ്ട വെച്ചാൽ എത്തിക്കാം. വേണ്ട, ഞാൻ വീട്ടിൽ ഒന്ന് വാങ്ങിച്ചോളാം. അതിന് വീടറിയോ? ആ, വീടറിയും. ആഹാ. ഒരു മാന്യം 50 രൂപയും കൊണ്ട് നടക്കുന്ന മധ്യസ്ഥത വയ്യ. ഹലോ സാർ, അന്ന് വീട്ടിൽ വന്ന ആളല്ലേ? ഞാനോ? ഏയ്, നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. ആള് മാറിയിട്ടൊന്നുമില്ല, ഈ ആള് തന്നെ. പലർക്കും എന്നെ കാണുമ്പോ ഈ സംശയം തോന്നാറുണ്ട്. പ്രശ്നം എന്താണെന്നറിയോ? നെടുമുടിയിൽ എന്നെ പോലെ തന്നെ വേറൊരാളുണ്ട്, എന്റെ അപരൻ. ഞാൻ നെടുമുടിയിലാണെന്ന് ആരാ പറഞ്ഞത്? അത് ശരി, ആരും പറഞ്ഞില്ല. ഞാൻ തന്നെയാ വീട്ടിൽ വന്നത്. അന്ന് അങ്ങനെ ഒരു അബദ്ധത്തിൽ വന്നു പെട്ടതാണ്. അബദ്ധമായിരുന്നെന്ന് എനിക്ക് പിന്നീടാ മനസ്സിലായത്. അച്ഛൻ ഉണർന്നപ്പോ എല്ലാം പറഞ്ഞു. തെറ്റിദ്ധരിച്ചതിൽ ക്ഷമിക്കണം. തെറ്റിദ്ധാരണ അവിടെ വെച്ച് തന്നെ തീർക്കണമെന്നുണ്ടായിരുന്നു. അച്ഛനെ ഓരോരുത്തരുണ്ട് ഈ കുടിപ്പിച്ച ഇങ്ങനെയായത്. ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളായിരുന്നു. അതുകൊണ്ടാ ഞാനൽപ്പ റാഷായത്. സാരമില്ല, തെറ്റിദ്ധാരണ മാറിയല്ലോ. ഇവിടെ എന്തിനു വന്നു? എനിക്ക് ഈ പോസ്റ്റ് ഓഫീസിലെ ജോലി. ഓഹോ, നേരത്തെ മുതൽ ഇവിടെ ഉണ്ടോ? മാറ്റം കിട്ടിയിട്ട് 1 മാസമേ ആയുള്ളൂ. ഓഹോ. അച്ഛൻ ആകെ വിഷമിച്ചിരിക്കുക. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾക്ക് കടക്കാരനായെന്ന്. അതിന് കാരണക്കാരൻ കണ്ടക്ടറാണെന്നും പറഞ്ഞ് അയാളെ എപ്പോഴും ചീത്തയാ. ആ 80 പൈസ ഞാൻ തന്നേക്കട്ടെ? അയ്യോ വേണ്ട, ഞാൻ അച്ഛനോട് വാങ്ങിച്ചോളാം. നേരിട്ടാവുമ്പോൾ പുള്ളിക്കൊരു സമാധാനാവല്ലോ. റോഡിൽ ബഹളം കേട്ട് ഇറങ്ങി നോക്കിയപ്പോഴാ കണ്ടത്. മധ്യസ്ഥത വഹിച്ച് കയ്യിലുള്ള കാശ് പോയല്ലേ. ഞാൻ പോട്ടെ. പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. സൂര്യല്ലേ? എനിക്കാണോ അമ്മ? എനിക്കാ, കോട്ടയത്ത് നിന്ന് കറിയാച്ചന്റെയാ. നല്ലോണം നോക്കിയോ? എനിക്ക് ഇന്നും ഇല്ല എഴുത്ത്. ഇല്ല. ആളില്ലാത്ത മണിയാട് വല്ലതും ഉണ്ടോ? ഉണ്ട്, പക്ഷെ തന്തയില്ലാത്ത പിള്ളേർക്കെ കൊടുക്കൂ. എങ്കിൽ ആശാൻ തന്നെ എഴുതി എടുത്തോ. കുവൈറ്റ് അടുത്ത് കളിക്കരുതേ. പോടാ പോടാ. യുദ്ധം കഴിഞ്ഞിട്ട് 1 മാസം ആയല്ലോ, നിന്നെ തിരിച്ചു വിളിച്ചില്ലേ? അത് തന്നെ അമ്മ ഞാനും ആലോചിക്കുന്നത്. നിന്നെ പോലീസ് പിടിച്ച വിവരം അവരറിഞ്ഞിരിക്കും. പോലീസുകാരെ പിടിക്കുന്നൊന്നും വലിയ കുറ്റമല്ല അമ്മ. മഹാന്മാരെ എല്ലാം പോലീസ് പിടിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ പല്ല് പോയത് എങ്ങനെയാണെന്ന് അമ്മയ്ക്ക് അറിയോ? പോലീസ് തൊഴിച്ചിട്ടാ. എന്നാൽ നീയും മഹാനാണെന്നും പറഞ്ഞിരുന്നോ? കുവൈറ്റിൽ നിന്ന് ഇന്ന് വിളിക്കും നാളെ വിളിക്കുന്നു പറഞ്ഞ് ചാരായം കുടിച്ച് വഴിനീളെ വഴക്കുണ്ടാക്കി നടന്നാ മതിയല്ലോ. ഇല്ലാത്ത കാശുണ്ടാക്കിയാ ഞാൻ നിന്നെ കുവൈറ്റിൽ അയച്ചത്. എന്നിട്ട് പട്ടി ചന്തയ്ക്ക് പോയതുപോലെ പോയിട്ട് തിരിച്ചു പോന്നു. പിന്നെ ഞാൻ അവിടെ കിടന്ന് രാസായുധം വെച്ച് ചാകണമെന്നാണോ അമ്മ പറയുന്നത്? ചാകണ്ട, നാട്ടിൽ എന്തെങ്കിലും ചെയ്തൂടെ? നാട്ടിൽ ചെയ്യുന്നു. ഇവിടെ പട്ടിണി കൂടാതെ ഒരു ദിവസം കഴിയണമെങ്കിൽ രൂപ 50 വേണം. എന്നാ ഇത് ഉണ്ടാക്കാനാ? എന്തിനു നിനക്ക് പറയാനൊരു സമാധാനം ഉണ്ടല്ലോ. ഒന്നെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രയോജനം വേണം, അല്ലെങ്കിൽ നാട്ടിൽ. ആഹാ, പോത്തിനോട് വേദോദാണ്. വെറുതെ സമയം കളയണ്ട, എന്തായാലും കുടിക്കാൻ എടുക്കും അമ്മ. നിന്നോടൊരു കാര്യം പറഞ്ഞിട്ട് നീ ഇതുവരെ ചെയ്തില്ലല്ലോ പീതാംബര. എന്ത് കാര്യം? ആഹാ, നീ മറന്നോ ആ റേഷൻ കട അവറാച്ചന്റെ കാര്യം? അയാളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. മണ്ണെണ്ണയ്ക്ക് ചെന്നാ പഞ്ചസാര ഉണ്ടെന്ന് പറയും, പഞ്ചസാരക്ക് ചെന്നാ മണ്ണെണ്ണ ഉണ്ടെന്ന് പറയും. തൂക്കത്തിലാണെങ്കിൽ ഭയങ്കര വെട്ടിപ്പും. ഞാൻ സംസാരിക്കാം. ചുമ്മാ സംസാരിച്ചാ പോരാ, ശരിക്കും സംസാരിക്കണം. കുടിക്കാൻ പച്ചവെള്ളം മതിയോ? ഇത്തിരി ചായ എടുക്കണ്ട മമ്മ. ചിട്ടി തുടങ്ങിയ പിന്നെ നിന്റെ മമ്മയുടെ ലുബ്ധ കൂടി വരിക. പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ലേ? 100 മില്ലിക്കുള്ള വഴി കാണുന്നില്ല. നിന്റെ വല്ലതും ഉണ്ടോ? കുന്തമുണ്ട്. കുന്തം കൊടുത്താൽ ചാരായം കിട്ടൂല. നിന്റെ കുടി കുറച്ച് ഓവറാവുന്നുണ്ട് കേട്ടോ. ഞാൻ നിനക്ക് ശക്തമായിട്ട് കുറച്ച് ഉപദേശം തരാൻ പോവാ. എനിക്കോ? വല്ല ഉണ്ടെങ്കിൽ അതെ, ഈ മാസം തീർന്നു, ഇനി അടുത്ത മാസം വന്നാ മതി. ഓ അറിയാം.
ആ പീതാംബരനോ? ഞാൻ വന്നിട്ട് ഇതിന് നേരായി. ആളൊഴിയട്ടെ നേരത്തെ ഇവിടെ മാറിയൊക്കെ. എന്താ? നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. അല്ല പിരിവൊന്നുമല്ലോ. അല്ല അല്ല അല്ല. അത് അവറാച്ചൻ ചേട്ടന്റെ റേഷൻ കടയെ പറ്റി ചില പരാതികളൊക്കെ ഉണ്ടേ. എന്ത് പരാതി? റേഷൻ ശരിയായിട്ട് കൊടുക്കുന്നില്ലെന്നോ, തൂക്കത്തിൽ കുറവാണെന്നോ എന്നൊക്കെ. സപ്ലൈ ഓഫീസിലാണോ പീതാംബരം ഇപ്പൊ ജോലി ചെയ്യണത്? അല്ല, ഈ റേഷൻ കട പറ്റിയിട്ടുള്ള പരാതികളൊക്കെ അന്വേഷിക്കുന്നത് അവരാണേ. അത് ശരിയാ. പക്ഷെ അവിടെ പോവാതെ ഇവിടെ വെച്ച് തന്നെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയാൽ. റേഷൻ കടയുടെ അർത്ഥം എന്താ പീതാംബര? റേഷൻ കട അല്ല, തെറ്റി. റേഷൻ കടയുടെ ശരിയായ അർത്ഥം പരാതിക്കട എന്നാണ്. എങ്ങനെയൊക്കെ വാരിക്കൂരി കൊടുത്താലും ഇവറ്റങ്ങൾക്ക് പരാതിയാ. എന്നെ സംബന്ധിച്ചിടത്തോളം റേഷൻ കട എങ്ങനെ നടത്താൻ പറ്റും? അവറാച്ചൻ ചേട്ടൻ തെറ്റിദ്ധരിക്കരുത്. എന്റെ വീട്ടിൽ വന്ന ആളുകൾ പരാതി പറയുമ്പോ. എങ്ങനെ? അല്ല, വീട്ടിൽ വന്ന ആളുകൾ പരാതി പറയുമ്പോ നാട്ടുകാരുടെ പരാതി മുഴുവൻ കേൾക്കാൻ തന്റെ വീടെന്താ കോടതിയാ? ആക്ഷേപമുള്ള തണ്ടികൾ നേരിട്ട് വരട്ടെ. അല്ലാതെ ചുമ്മാ വക്കാലത്ത് പോയിട്ട് വരുന്ന പട്ടികളോട് സംസാരിക്കാൻ എനിക്ക് മനസ്സില്ല. അളക്കള പോയി അളക്കാനാ പറഞ്ഞേ. ആശാനോട് ഇതാര് പറഞ്ഞു? റേഷൻ തൂക്കി കൊടുക്കാൻ നിന്നവനാ പറഞ്ഞത്. അവൻ പീതാംബരനെ എന്താ വിളിച്ചെന്നറിയാവോ? പട്ടിന്ന്. ഉള്ളതോന്നോ? അവൻ പിന്നെ കള്ളം പറയൂ? പീതാംബരം ഒരു അക്ഷരം മിണ്ടാതെ പോയി. അയാൾ റേഷൻ നേരാമണ്ണം തൂക്കി കൊടുക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. പീതാംബരൻ അത് ചോദിച്ചെങ്കിൽ അയാൾ തെറി പറയേണ്ട കാര്യം എന്താ? നമ്മളിൽ ഇടപെടണം. ഇടപെട്ടേ പറ്റൂ. ആശാൻ എന്റെ കൂടെ നിൽക്കാമോ? അധിക നേരം നിൽക്കാൻ എനിക്ക് പറ്റൂല. കുറച്ച് കഴിയുമ്പോ ഇരിക്കണം. നിൽക്കാവുന്നിടത്തോ നിൽക്ക്. ആശാൻ ദുർബലനാണെങ്കിലും ഒരു പിൻബലത്തിന് നല്ലതാ. അനിഷ്ട സംഭവങ്ങൾ വല്ലതും ഉണ്ടാകുമെങ്കിൽ ഞാൻ നിൽക്കാം. ഉണ്ടാവും. നിൽക്കാം. കുറെ കാതുകാരെ കൂടി സംഘടിപ്പിക്കണം. പീതാംബരൻ അറിയാൻ പാടില്ല. നാളെ ശനിയാഴ്ച നല്ല ദിവസമാണ്. അവൻ പപ്പുള്ളിയുടെ പലചരക്ക് കടയിലോട്ട് കരിഞ്ചന്ത കടത്ത് നടത്തുന്ന അന്ന. നീ കാര്യമായിട്ട് പറയുവാണോ? തമാശ പറയാൻ ഞാനെന്താ ചാർലി ചാപ്ലിനോ? കണ്ടപ്പാ, ആദ്യം 3 ചായ വാങ്ങിച്ചോണ്ട. കടിക്കാൻ വല്ലതും വേണോ? ഒരു പട്ടിയെ കൂടി വാങ്ങിച്ചോ. ഭരണമൊക്കെ നിന്നെ കടയിൽ വെച്ച് മതി. ഇടിച്ചിന്റെ കൂമ്പ് വിലക്കും. ഈ സ്റ്റൈലിലാണ് അവറാച്ച മുതലാളി കാച്ചാൻ പോകുന്നത്. ചായ വാങ്ങിച്ചോണ്ട. ആള് വന്നു, ആള് വന്നു. ഇതെങ്ങോട്ട് കൊണ്ടുപോവാ? വീട്ടിലേക്ക്. ഒരു ചാക്കരി വേവിച്ചിന്നാ തന്റെ വീട്ടിലെന്താ ആനയുണ്ടോ? നേരിടറാ. അവർ വെച്ചോ, അടയ്ക്കാൻ വരട്ടെ. പോലീസ് ഇപ്പൊ വരും. അതിനെന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്നും ഞങ്ങളെ അടയ്ക്കാറ്. അത് പിറ്റേ ദിവസം തുറക്കാൻ പറ്റുമല്ലോ. ഇത് ഒരിക്കലും തുറക്കാൻ പറ്റാത്ത വിധം പോലീസുകാർ വന്ന് സീൽ ചെയ്യാൻ പോവാ. എടോ, സർക്കാർ തരുന്ന റേഷൻ വെട്ടിച്ചെടുക്കുന്ന ഇങ്ങനെയുടെ പിണിയാളുകളായി പണിയെടുക്കാൻ നാണമില്ലേടോ തനിക്കൊക്കെ? അവറാച്ച, ഞങ്ങളുടെ പീതാംബരനെ നിങ്ങളുടെ പുഴുത്ത റേഷനരിയേക്കാൾ നാറി ആഭാസ വാക്കുകൾ പറഞ്ഞ് അപമാനിച്ചതിന് പകരം ചോദിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ വരാറായ. വേണ്ട, അവരെ തള്ളി മാറ്റി കൊണ്ടുവന്ന് നോക്കടാ. കഥാപാത്രം കേൾക്കണോ? എന്നാ ഒന്ന് കാണുന്നുണ്ട്. സൈക്കിളിൽ പിടിച്ചോ. എന്നെ വിട്ടേ. ഇറങ്ങും.
കേറാൻ കൂടെ.